ഗൈസ്, നമ്മൾ കണ്ടിട്ട് കുറേ ദിവസങ്ങളുണ്ട് ആൾക്കാരെന്നെ പിടിച്ചിടിക്കും. മാസങ്ങളായി, ഏകദേശം 5 മാസം, 3-4-5 മാസമായിട്ടുണ്ട് ഏകദേശം. ഞാൻ ലാസ്റ്റ് നോക്കിയപ്പം 2 മാസമായിരുന്നു നമ്മൾ കണ്ടിട്ട്. ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഏതാണെന്നൊരു ഞാൻ ഓർക്കാനുള്ള ലാസ്റ്റ് വീഡിയോ. നമ്മൾ പിന്നെ ഫ്രീ ഫയർ കളിച്ചിട്ട് കുറേ നാളായതുകൊണ്ട് നമ്മൾ ഫ്രീ ഫയറിലോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ടാബിന് ചാർജ് ഇല്ലാത്തത് കൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ ടാബിൽ നിന്ന് ഫോണിലോട്ട് അയച്ചിട്ട് PC-ലോട്ടൊക്കെ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ മടിയായതുകൊണ്ടും ഞാൻ എൻ്റെ ഫോണിലെ അക്കൗണ്ടിലാണ് ഇന്ന് കളിക്കാൻ പോകുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് ആരും ഒരാൾ പോലും ഇപ്പോൾ ഓൺലൈനിലില്ല. കൊള്ളാം. നമ്മൾ എന്ത് കളിക്കും? ലെറ്റ്സ് സീ. എന്ത് കളിക്കും? ഒരു കാര്യം ചെയ്യാം, വെറൈറ്റി എന്നല്ല, നമുക്ക് വെറൈറ്റി നമ്മളാദ്യമായിട്ട് ചെയ്യണേ. നമുക്ക് ലോൺ വോൾഫിൽ നമ്മൾ 3 റൗണ്ട് അല്ല 3 വേണ്ട 2 മതി, അത്ര പ്രോന്നല്ല. നമ്മൾ 2 റൗണ്ട് നമ്മൾ AFK പോലെ ആക്ട് ചെയ്യും. നമ്മളിപ്പോൾ ഒന്നും സെലക്ട് ചെയ്യില്ല കേട്ടോ. AFK പോലെ ആക്ട് ചെയ്യും. ആൻഡ് 2 റൗണ്ട് അവന്മാർ ജയിച്ച് കഴിഞ്ഞിട്ട് 3 റൗണ്ട് ശരിയാ. ഇതിന് 5 ജയിക്കാനായിട്ട് അല്ലേ? എനിക്ക് ഷോർട്ട് ഗൺ തന്നെ കൈ പിടിക്കാം. അപ്പോൾ അവന്മാരല്ല, അപ്പുറത്തെ ടീം 3 റൗണ്ട് ജയിച്ച് കഴിയുമ്പോൾ ഞാൻ എൻ്റെ റിയൽ കളി പുറത്തെടുക്കും. അതിന് നമുക്ക് ഇച്ചിരി കളികളൊക്കെ കളിക്കാം. ആൻഡ് ആടെ കൊള്ളാം. AFK ഉള്ളവൻ അടിക്കാനാവും ഗ്ലൂ ബോൾ. 4 പ്രാവശ്യം നീ അടിക്കണേ. ഹെഡ് ഷോട്ട് അടിച്ചാലാ? വേണ്ട, നീ എന്തേലൊക്കെ ഒന്ന് ചെയ്താ. ഞാൻ വിചാരിച്ചു ഇവര് AFK നിൽക്കണം എൻ്റെ കൂടെ കൂട്ടായിട്ട്. കൊള്ളാം. പിന്നെ നമ്മുടെ സ്പെഷ്യൽ PC ബിൽഡ്, നമ്മുടെ രണ്ടാമത്തെ അല്ല, ചാനലിൽ തന്നെ 1ാമത്തെ PC ബിൽഡിൻ്റെ വീഡിയോ. അയ്യോ അനങ്ങാൻ പാടില്ല. PC ബിൽഡിൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ആൻഡ് കിടിലൻ വീഡിയോ ആയിരിക്കും, കിടിലൻ സെറ്റപ്പും ആയിരിക്കും. നമ്മൾ സെറ്റപ്പ് റിവീൽ ചെയ്യാം ആ വീഡിയോയിൽ, നമ്മുടെ പുതിയ സെറ്റപ്പ്. എടാ വെറുതെ സമയം കളയല്ലേ, കൊല്ലാണെങ്കിൽ കൊല്ലണം. ഗ്ലൂ വോൾ ഇടണം. ഞാൻ AFK പൊട്ടാ. ഇട്ടോ നീ ഇത്ര വേണമെങ്കിലും ഇമോട്ടിട്ടോ, എന്തേലും ഇട്ടോ നീ. 1 റൗണ്ടും കൂടി അവന് പോവും. അതും കൂടി കഴിഞ്ഞാൽ അവൻ്റെ കാര്യം തീർപ്പായി എന്നാ തോന്നണേ. ഞാൻ തോറ്റാ മുമ്പും കംബാക്ക് അടിക്കണം, അത് വേറെ കാര്യം. പിന്നെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. റോഡ് ടു 50 നീട്ടിക്കൊണ്ടുപോകണ്ട, 50 അത് തന്നെ 50 സബ്സ്ക്രൈബേഴ്സാണ് നമ്മൾ. 20 സബ് ഇപ്പം തന്നെ ആയി. നമ്മൾ ഈയിടെയായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടി പോകുന്നുണ്ട്. കൂടി പോകുന്നുണ്ട്. ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. നമ്മുടെ ഓരോരോ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു. ആൻഡ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് ജസ്റ്റ് നോക്കിയായിരുന്നു. അപ്പോഴാണ് ഞാൻ കണ്ടത് 19 ആയിരുന്നു ലാസ്റ്റ്. 19ൽ നിന്ന് ഇപ്പോൾ 20 സബ്ബായി. അങ്ങനെ 50 സബ്ബാണ് നമ്മുടെ ഇപ്പോഴത്തെ ടാർഗറ്റ്. ആൻഡ് 50 സബ്ബായാൽ പിന്നെ നമുക്ക് അറിയാമല്ലോ, ലൈവ് സ്ട്രീം തുടങ്ങാം. ലൈവ് സ്ട്രീം തുടങ്ങിയാൽ നമുക്കൊന്നുകൂടി സബ്ബ് കൂടും, നമുക്ക് ഒന്നുകൂടി വ്യൂവേഴ്സ് കൂടും. അങ്ങനെ കുറേ കാര്യങ്ങൾ ശരി ചെയ്യാനോ. ആൻഡ് ഇനിയിപ്പോൾ നമ്മൾ അവനിട്ട് അലക്കാൻ പോവാ. തുടങ്ങാം. വാടാ. എവിടെ? അവിടെയാണല്ലേ. ഓ കുഴപ്പമില്ല, അവനും കളിക്കാൻ കേട്ടോ. 2 ഡാമേജ് കൊടുത്തു. കൊന്നടാ. പോടാ. പുതിയ അക്കൗണ്ട് ആയതുകൊണ്ടും ഞാൻ കൂടുതൽ കളിക്കാത്തതുകൊണ്ട് എൻ്റെ അടുത്ത് ഗെയിം മാത്രമേ ഉള്ളൂ. ആരും കളിയാക്കരുത്. പഴയ അക്കൗണ്ടിൽ അങ്ങനെ തന്നെ ഉള്ളൂ. നോൺ ടോപ്പ് പ്ലെയറാണ് ഞാൻ.
കാശ് കയ്യിലില്ല, അതുകൊണ്ട് മാത്രം. അഞ്ച് മിനിറ്റ് ഇപ്പം തന്നെ പോയി ഇവൻ കാരണം. വെറുതെ വേഗം കൊന്നായിരുന്നെങ്കിൽ ഞാൻ എഫ്ക്ക് നിന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് 2 കളിക്കുള്ളിൽ നിർത്തേണ്ടി വരും. മാക്സിമം 20 മിനിറ്റ് ഇന്നത്തെ വീഡിയോ പോകാൻ പാടുള്ളൂ. പോടാ ഇതിനെ ഞാൻ ഈസി ആയിട്ട് എടുക്കും. എവിടെ വീഴണേ? എടാ കൊന്നു. ഒരു ഹെൽത്ത് കൊള്ളാം. ലെറ്റ്സ് ഗോ. ഇനി ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എൻ്റെ വോയിസിന് ചെറിയൊരു പങ്ങലുണ്ടാവും. പങ്ങലല്ല, ക്ലാരിറ്റി, വോയിസ് എല്ലാം കുറവുണ്ടാവും. ചത്ത്. ഇതായിരുന്നു ഞാൻ 3 റൗണ്ട് വിട്ട്. 3ാമത്തെ റൗണ്ടിൽ തുടങ്ങിയില്ല. ഇപ്പം ഞാൻ 4ാമത്തെ റൗണ്ടിലാണ് തുടങ്ങി. ഞാൻ മൂഞ്ചി കുത്തിയേനെ. സ്നൈപ്പർ കൊള്ളാം. മിക്കവാറും നമ്മൾ ഈ കളി മുമ്പ് കേട്ടോ, എൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ആയാലും മിക്കവാറും ഈ കളി മുമ്പും പൊട്ടെ, കുഴപ്പമില്ല. അയ്യോ, ഈ ഒരു കണ്ണിന് സീനല്ല, നമുക്കത് നല്ലതാണ്. പക്ഷെ നമ്മൾ അങ്ങോട്ട് അടിക്കുമ്പോൾ നല്ലതാണ് നമുക്ക്, പക്ഷെ ഇങ്ങോട്ട് അടി കിട്ടുമ്പോൾ അത്ര നല്ലതല്ല. ബിക്കോസ് ഈ ഗണ്ണിന് അറിയാമല്ലോ, ഫ്രീ ഫയർ കളിക്കുന്നവർക്കറിയാം, ഈ ഗണ്ണിന് ഗ്ലൂ കൊണ്ട് അപ്പുറത്തോട്ട് അടിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പേടിക്കേണ്ട ഉണ്ണി, ഇത് ഞാൻ ആണ്. എടാ അയ്യോ സോറി. ഇങ്ങനെ വീഡിയോ കാണുന്നുണ്ട്. അയ്യോ ചത്ത്. ഇനി ഹിന്ദിക്കാരനല്ലേ, എവിടെ നിന്ന് മലയാളം മനസ്സിലാവും. ചത്തു കൊല്ലല് ഉണ്ണി, വേണ്ട. ചത്ത് ഉമ്പി കുഴപ്പമില്ല, ഒരു ചെറിയ മിസ്റ്റേക്ക് അറിയാൻ നമ്മൾ ഉമ്പി. അപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കുന്നു? കളിക്കാൻ അറിയില്ലെങ്കിൽ വേണ്ടാത്ത പണിക്ക്, അയ്യോ അതുമല്ലല്ല, പറ്റാവുന്ന പണിക്ക് പോയാൽ മതി. അതന്നെ ആയാലും നമ്മൾ പറ്റാവുന്ന പണി ചെയ്യുന്നില്ല. ഇനി നമ്മൾ പറ്റാവുന്ന പണി CS കസ്റ്റമൊക്കെ അല്ലെങ്കിൽ ലോൺ വോൾഫ് വെറുതെ കളിക്കലാണ്. പക്ഷെ നമ്മൾ ആ പണി എടുക്കുന്നില്ല. പിന്നെ അല്ലെങ്കിൽ ലോൺ വോൾഫ് കളിക്കാം, പോട്ടെ, വെറുതെ കളിക്കാം. നമ്മൾ വേറൊരു കാര്യം ചെയ്യാം. നമ്മൾ നൂബ് പോലെ ആക്ട് ചെയ്തിട്ട് വേണ്ട, അതൊക്കെ വേണ്ട, വെറുതെ കളിക്കാം, അല്ലെങ്കിൽ വീഡിയോ പോവും. വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. എവിടെ ഇവൻ? ഊമ്പി കുഴപ്പം നഹി. ഡെസേർട്ട് ഈഗിൾ, അവന് ഹെഡ് ഷോട്ട് അറിയാം, എനിക്ക് ഹെഡ് ഷോട്ട് നഹി അറിയില്ല. അതുകൊണ്ട് ഈ കളി ജയിക്കാനുള്ള ചാൻസ് നഹി. MB40 എടുത്താൽ ജയിക്കാനുള്ള ചാൻസ് അയ്യോ സഹി അതന്നെ. പോടാ എടാ, ഇനി നമുക്ക് ഹെഡ് ഷോട്ട് അറിഞ്ഞൂടാ. അത് 1 ടാപ്പ്, ഹെഡ് ഷോട്ടല്ല. ചത്ത്. ഇങ്ങനെ ഓപ്പൺ നിന്നാൽ നമുക്ക് ഹെഡ് കിട്ടും. നേരത്തെ ഞാൻ ചക്കയൊക്കെ അടിച്ചാണോ? ഒരു സംശയം കേട്ടോ, ഞാൻ ചക്കയൊക്കെ അടിച്ചാണോ എന്ന്. നേരത്തെ ഞാൻ ചക്കയൊക്കെ അടിച്ചാന്നോ തോന്നണ്ട, ചെറുതായിട്ട്. അല്ലെങ്കിൽ ഇപ്പോഴും അവൻ ഹെഡ് ഷോട്ട് അടിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹെഡ് ഷോട്ട് അടിക്കുന്ന ആളായിരിക്കും.
അങ്ങനെയെല്ലാം ആയിരിക്കും. എന്നെപ്പോലെ അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചക്കയൊക്കെ അടിക്കും, ഇടയ്ക്കിടയ്ക്കും വേണമെന്ന് വെച്ചിട്ടാണ് അടിക്കും. ഞാൻ ഇടയ്ക്ക് വുഡ് പെക്കർ വെച്ച് 1 ടാപ്പ് അടിക്കാറുണ്ട്. ഇടയ്ക്ക്, ഐ റിപ്പീറ്റ്, ഇടയ്ക്ക്. ചാവണം ഇടാ, ഇവൻ 1 ടാപ്പ് ഇടയ്ക്കൊക്കെ അടിക്കും. ശരിയാ, നേരത്തെ അടിച്ച ചക്കയാണോ ഇപ്പം അടിച്ച? ചിലപ്പോൾ ചക്കയാണോ എന്ന് വെച്ചാൽ മേളിൽ നിന്ന് താഴോട്ട് അടിക്കുമ്പോൾ 1 ടാപ്പ് കിട്ടാനുള്ള ചാൻസ് കൊള്ളാം. ഇവന് എത്ര ഇതാണെങ്കിലും കളി വിട്ട് പോകണ്ടായിരുന്നു. ഈ കളി ഞാൻ ജയിക്കേണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഡിസേർവ് ചെയ്ത വിജയം തന്നെ കിട്ടി നമുക്ക്. എന്തായാലും ടൈ ഏത് വകുപ്പിൽ? കൊള്ളാം, ടൈ കൊള്ളാം, കുഴപ്പമില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തൽക്കാലം അവസാനിപ്പിക്കാം. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഇത്ര ഷോർട്ട് വീഡിയോ ഇടുന്നത് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ചാനൽ റെഗുലാരിറ്റി കീപ്പ് ചെയ്ത് പോകാനായിട്ടാണ്. അത് പോകണില്ലാന്ന് എനിക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ടിട്ടായാലും. പക്ഷേ നമ്മൾ റെഗുലാരിറ്റി ഇനി മുതൽ കീപ്പ് ചെയ്യും. ആൻഡ് PC ബിൽഡ് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റും. PC ബിൽഡിൻ്റെ തിരക്കിലായിരുന്നു കുറേ ആയിട്ട്. അത് ഓരോരോ സാധനങ്ങൾ സെറ്റ് ചെയ്യാനില്ല, അതുകൊണ്ടാണ് സീൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു വീഡിയോ മൊത്തം പോയെന്നറിയാം ഏകദേശം. ആയാലും സോറി ഫോർ ദാറ്റ്. ബട്ട് നമ്മൾ പരമാവധി ട്രൈ ചെയ്യും ഇതിനേക്കാൾ നല്ല വീഡിയോസ് ഇടാനായിട്ട്. ആൻഡ് ഇതാവശ്യത്തിന് നല്ലതായിരുന്നു. ബട്ട് നമ്മൾ ഈ കളി അത്ര കൂടുതൽ എന്തെങ്കിലും ചെയ്തെന്ന് പറയാൻ പറ്റില്ല. സോ ബൈ ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. ഗുഡ് നൈറ്റാണ് പറയേണ്ടത്. ഞാനിപ്പോൾ രാത്രി ഇന്ന് റെക്കോർഡാണ്. പക്ഷെ നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നാളെ രാവിലെ ആയിരിക്കും. ബിക്കോസ് നാളെ രാവിലെ അല്ല, ഇന്ന് രാത്രി ഞാൻ അപ്ലോഡ് ചെയ്യും. പക്ഷെ കാണാൻ ചാൻസ് കുറവായിരിക്കും. ശരി എന്നാൽ ബൈ. These brothers my guys, know that we fly, know that they ride or die. Why they wanna move like that? Where you want going?